ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ ആസ് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിൻ്റെ ഈ രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ടല്ലോ, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ മീനിങ് എന്താണ്? എന്ന പോലെ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ ആസ് ഇഫ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അൺസർട്ടൻ സിറ്റുവേഷൻ പറയാനാണ്. നമുക്ക് അതിനെപ്പറ്റി വലിയ ഉറപ്പില്ല. സെർട്ടൺ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാനായിട്ടാണ് സെർട്ടൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. അൺസർട്ടൻ മീനിങ് ഉറപ്പില്ല. എക്സാമ്പിൾ നോക്കിയേ, ഷീ സീംസ് ആസ് ഇഫ് ഷീ ഈസ് അപ്സെറ്റ്. ഓക്കെ, അവളെ കണ്ടു കഴിഞ്ഞാൽ അവൾ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്സെറ്റ് എന്ന പോലെ. അവളെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ സങ്കടം ഉണ്ടെന്നുള്ള പോലെ. അങ്ങനെയൊരു എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു. കണ്ടോ? ശരിക്കും അവള് അപ്സെറ്റ് ആണോ നമുക്കറിയില്ല, ഉറപ്പില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ അത് പറയാനായിട്ടാണ് ഇവിടെ ആസ് ഇഫ് യൂസ് ചെയ്തേക്കുന്നത്. ഷീ സീംസ് അപ്സെറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഷീ സീംസ് ആസ് ഇഫ്. ഓക്കെ, നമുക്കത് ഉറപ്പില്ല എന്നുള്ളത് കാണിക്കാനായിട്ട് എക്സാക്ട്ലി നമുക്ക് ആസ് ഇഫ് യൂസ് ചെയ്യാം. ആസ് ഇഫ് ഷീ ഈസ് അപ്സെറ്റ്. നെക്സ്റ്റ് വൺ നോക്കാം. ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി സിറ്റുവേഷൻ, ഊഹം എന്നൊക്കെ പറയില്ലേ. ഇവിടെ നോക്കിയേ, ഷീ സിങ്സ് ആസ് ഇഫ് ഷീസ് എ പ്രൊഫഷണൽ. അവൾ പാടുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന പോലെ ഉണ്ട്. ഒരു പ്രൊഫഷണലിനെ പോലെയാണ് പാടുന്നത്. ചിലർ പാടുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ആയിരിക്കണം എന്നില്ല, പക്ഷെ പ്രൊഫഷണൽ പോലെ എന്ന് കാണിക്കാനായിട്ട് ആസ് ഇഫ് ഷീസ് എ പ്രൊഫഷണൽ എന്ന് യൂസ് ചെയ്യാം. അടുത്തത് വേറൊരെണ്ണമാണ് കോൺട്രറി ടു ഫാക്ട്. ഫാക്റ്റ് ആയിട്ടുള്ളതിന്റെ ഓപ്പോസിറ്റ്, ശരിക്കുമുള്ളതിന്റെ ഓപ്പോസിറ്റ്, അതാണ് കോൺട്രറി ടു ഫാക്ട്. ഇവിടെ നോക്കിയേ, ഹി ആക്ട്സ് ആസ് ഇഫ് ഹി ഈസ് എ ബോസ്. അവന്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അവൻ ബോസ് ആണെന്ന് തോന്നും. ഹി ആക്ട്സ് ആസ് ഇഫ് ഹി ഈസ് എ ബോസ്. ഓക്കെ, ഇവിടെ ഫാക്ട് എന്താണ്? ബോസ് അവനല്ല അവിടുത്തെ ബോസ്, പക്ഷേ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും, ബോസിനെ പോലെ. ഓക്കെ, അതിനാണ് ഹി ആക്ട്സ് ആസ് ഇഫ് ഹി ഈസ് ദ ബോസ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. താങ്ക് യു.